റിഫ്ലക്സ് ടെക് വേലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ തമ്പുലൈനിൽ വായിച്ച പോലെ തന്നെ ഒരു സിനിമയിലെ ഒരു ഡയലോഗാണ്. ദുൽഖർ സൽമാൻ അഭിനയിച്ച ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനകത്ത് ചെറിയൊരു ചായക്കടയിൽ ഇരുന്നിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്. അതായത് ഒരു ചായക്കട കയറിയിട്ട് റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ നമ്മുടെ ജോൺസൺ മാഷിൻ്റെ പാട്ട് കേൾക്കാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗാണ് മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ് എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചത്. അതായത് നമ്മൾ പറയുമ്പോൾ മഴ, ചായ, ജോൺസൺ മാഷിൻ്റെ പാട്ടും TDICയിൽ തന്നെ കേൾക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു അന്തസ് കിട്ടുള്ളൂ. ആ രീതിയിലാണ് അത് ചെയ്തു എന്ന് മാത്രം. മഴ, ചായ, ജോൺസൺ മാഷ്, അന്തസ്. ഇതേപോലെ ഇതേപോലെയുള്ള അല്ലെങ്കിൽ 8 ഇഞ്ച് 6 ഇഞ്ച് വരാവുന്ന 2-way ബോക്സ്, 3-way ബോക്സ്, സബ് ഊഫറൊക്കെ ഉപയോഗിച്ച് നമ്മൾ TDA 7294 അതുപോലെ തന്നെ TDA പല ഐസികളുണ്ട്. ഫിലിപ്സാണ് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഐസിയിൽ TDA ഐസികളിൽ പാട്ട് കേൾക്കാൻ വളരെയധികം ക്വാളിറ്റിയും വളരെയധികം ക്ലിയറൻസും ആണ്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് TDIC കൂടുതൽ പൊക്കി പറയുന്നതിൻ്റെ കാര്യം അത് പാട്ട് കേൾക്കാൻ ഭയങ്കര ഒരു ക്വാളിറ്റി കൂടുതലാണ്. അതായത് നല്ല ക്ലാരിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടുകളും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. നല്ല രീതിയിലുള്ള സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ TDICകൾ കണ്ടമാനം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് TDA 2030 അതുപോലെ തന്നെ TDA 7294 ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ചാണ് ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചാൽ നോക്കാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് TDA 3 IC ആണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി മാത്രം നമ്മൾ TDA 7294 ഓരോ IC വീതമാണ്. അങ്ങനെ 2 IC ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് 2 IC വീതം ഉപയോഗിച്ചിട്ടുണ്ട്. സബ് ഊഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് TDA 7294 തന്നെയാണ്. നമ്മളത് ബ്രിഡ്ജ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏകദേശം 150 വാട്ടോളം കിട്ടും. നമുക്കൊരു 10 ഇഞ്ച് 12 ഇഞ്ച് ഒക്കെ ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി എൻ്റെ ഫ്രണ്ട് പാനലിൽ വന്നിരിക്കുന്നത് ഒരു മാസ്റ്റർ ഓളിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഓളിയും അതുപോലെ തന്നെ സബ് ഊഫറിൻ്റെ ഓളിയോ ഒരേ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഒരു പെൻഡ്രൈവ് കുത്താനുള്ള ഒരു സ്ലോട്ടും കാണാം. പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് സെലക്ടർ സ്വിച്ച് ആണ്. അതിൽ വന്നിരിക്കുന്നത് 2 ഓക്സിലറി ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ USB സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. USB തന്നെയാണ് നമ്മൾ ബ്ലൂടൂത്തും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് പവർ ഓൺ സ്വിച്ചും കൊടുത്തിരിക്കുന്നു. സെൻട്രൽ പോർഷനിലാണ് USB പാനലിൻ്റെ ഒരു വലിയ വൈറ്റ് കളറിലുള്ള ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഓളിയായിട്ട് എടുത്തിട്ടുണ്ട്. സബ് ഊഫറിൻ്റെ ഓളിയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി മാത്രം അതിൻ്റെ ബേസും ട്രബിളും കൊടുത്തിരിക്കുന്നു. ബാക്ക് പാനലിൽ വന്നിരിക്കുന്നത് 2 ഓക്സിലറി കുത്താനുള്ളൊരു RCA സോക്കറ്റും കൊടുത്തിരിക്കുന്നു. അതോടുകൂടി തന്നെ ഒരു ആൻറ്റിനെയും നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാം. AC കോഡ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കുന്ന AC കോഡാണ്. നല്ല ഗേജിൽ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് നോർമൽ സ്പീക്കർ സോക്കറ്റാണ് AXൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടിയിട്ടാണ് ബനാന സോക്കറ്റ് പ്ലസും മൈനസും ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ഫ്യൂസും കൊടുത്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോയിൽ ചെറിയ രീതിയിലുള്ള ഞാനൊരു 10 സെക്കൻഡ് വരുന്ന ഫിലിം സോങ്സ് ഒക്കെ ഇടാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് മെയിൻ ആംപ്ലിഫയർ, അതായത് TDA 7294 നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത് സ്റ്റീരിയോ ബോർഡാണ്. ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി മാത്രം സ്റ്റീരിയോ എടുത്തിരിക്കുന്നത്. സബ് ഊഫറിന് നമ്മൾ 2 TDA 7294 ബ്രിഡ്ജ് ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 2.1 ചെയ്തിരിക്കുന്നത്. പിന്നെ പവർടെക്കിൻ്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ബേസും ട്രബിളിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത്. ഇത് യൂണിവേഴ്സലിൻ്റെ ബോർഡാണ്. ഇതിനകത്ത് UPC 1892 IC ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ RBLൻ്റെ ഒരു സബിൻ്റെ പ്രീ ബോർഡ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രണ്ട് പാനലാണ് നമ്മൾ USB പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് പവർ സപ്ലൈ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തന്നെ പേരിൽ ചെയ്യുന്ന പവർ സപ്ലൈ ബോർഡാണ്. ഇതിനകത്ത് 10,000-ൻ്റെ 2 കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വോൾട്ടേജ് എടുത്തിരിക്കുന്നത് നമ്മൾ ടൊറോഡോ ട്രാൻസ്ഫോമർ, നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കുന്ന ടൊറോഡോ ട്രാൻസ്ഫോമറാണിത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഈ ചാനലുകൾക്ക് വേണ്ടി, അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിനും സബ് ഊഫറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 20 വോൾട്ട് AC-യിലാണ്. അതായത് 20/20 ആണ് എടുത്തിരിക്കുന്നത്.
ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 27 വോൾട്ടോളം DC ആയിട്ട് വരും, +-0 DC വോൾട്ട് വരും. അങ്ങനത്തെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ BT ബോർഡിന് വേണ്ടി 12 സബിൻ്റെ പ്രീക്ക് വേണ്ടി സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഒരു കൂളിംഗ് ഫാനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻപുട്ടുകളാണ്. നമ്മൾ 2 ഓക്സിലറി ഇൻപുട്ട്, ഇത് ഫുള്ള് ഷീൽഡ് വയറിലാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഫുള്ള് ഷീൽഡ് വയറിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ 2 ബുക്ക് ഷെൽഫിൽ 2-വേയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന 12 ഇഞ്ച് സോണിയുടെ സബ് വൂഫറിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയലും കണ്ടിരിക്കും, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും കേട്ടിരിക്കും. ഈ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും, അതായത് ഈ ആംപ്ലിഫയറിൻ്റെ ഇതിൻ്റെ വില വിവരങ്ങൾ, എന്തൊക്കെ എത്ര വാട്ട്സ്, എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ, അതുപോലെ തന്നെ ആംപ്ലിഫയറിൻ്റെ വില മാത്രം നമ്മൾ ഈ 2 ബുക്ക് ഷെൽഫ് വിത്ത് JBLൻ്റെ സബ് വൂഫർ ഉൾപ്പെടെ നമ്മൾ സ്പീക്കർ സിസ്റ്റം ഫുൾ പാക്കേജിൻ്റെ വില എല്ലാ വിവരങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം കോൾ വിളിക്കാൻ നോക്കുക, വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് കോൾ വിളിക്കാൻ നോക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.